ചപ്പാത്തിയുടെയും വെള്ളച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാലക് പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി അരക്കപ്പ് പരിപ്പ് എടുത്ത് നന്നായി കഴുകിയെടുക്കുക. തോരപ്പരിപ്പ് ആണ്, ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ 2 തരത്തിലുള്ള പരിപ്പുണ്ടായിരുന്നു. ആ പിങ്ക് കളറുള്ള പരിപ്പും തോരപ്പരിപ്പും ഉണ്ടായിരുന്നു. ഞാൻ പകുതി രണ്ടും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നടുവേ പിളർന്നത് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി 4ആയി പിളർന്നത് ചേർത്ത് കൊടുക്കാം. ഒരു ഒനിയൻ ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. പാലക്കോ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പാലക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് പാലക്ക് ചേർക്കുന്നു. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചീര വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. പാലക്ക് ക്ലീൻ ചെയ്ത് നല്ല ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ട്. പരിപ്പൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതിന് ആ ടൊമാറ്റോയും ഒനിയനും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും വെളുത്തുള്ളി ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുമ്പം. എപ്പോഴും പരിപ്പുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചേർക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 പത്തലമുളക് നടുവേ കട്ട് ചെയ്ത് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മളുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. പാലക്കിൻ്റെ ഗ്രീൻ കളറ് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ കളർ പോകും. അപ്പോൾ അതിൻ്റെ ഗുണവും നഷ്ടപ്പെട്ടു പോകും. അത് ഏത് തരം ചീരയായാലും അത് ആ ഗ്രീൻ കളറ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ വാങ്ങണമെന്നാണ് പറയുന്നത്. ഒത്തിരി വേവിക്കാൻ പാടില്ല. ഇപ്പം ലാസ്റ്റ് നമുക്ക് അല്പം കായം ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കൊടുക്കുന്നത് വയറിനും നല്ലൊരു ഫ്ലേവറിനും ഒക്കെ നല്ലതാണ്. കായവും ചേർത്ത് കൊടുത്ത് നമുക്ക് വാങ്ങാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഇഷ്ടമായാൽ